ചിത്രമാറ്റിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അവന്തിക ആണെങ്കിൽ അനന്തപുരിയിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാൻ വയ്യ. അവന്തികയുടെ സ്വഭാവം എങ്ങനെയാണെന്നും അറിയത്തില്ല. എന്തായാലും വന്ന ഉടനെ തന്നെ നമ്മൾ ദേവയാനിയാണെങ്കിലും നയനയാണെങ്കിലൊക്കെ കെട്ടിപ്പിടിച്ചൊക്കെ ഉമ്മയൊക്കെ കൊടുത്തിട്ടൊക്കെയാണ് മുത്തശ്ശൻ്റെ അടുത്ത് പോയി അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം ആർക്കും നമ്മൾ അവന്തികയുടെ സ്വഭാവം അങ്ങോട്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പം നമ്മളെ ജലജയും അഭിയും കണക്കുള്ള സ്വഭാവമാണോ ഒന്നും ആർക്കും അങ്ങോട്ട് കൃത്യമായിട്ട് അറിയാനും പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ അവന്തിക നേരെ പിന്നെ ജലജയടുത്താണ് പോകുന്നത്. പോയിട്ടാണെങ്കിൽ ജലജയാണെങ്കിൽ മോളെന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് എന്തായാലും മോളിവിടെ വന്നത് എന്തായാലും അമ്മയ്ക്കും അഭിയേട്ടനാണെങ്കിലും ഒരു സമാധാനമായിട്ടുണ്ട്. അമ്മ പറഞ്ഞിട്ടില്ലേ നയനയുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ അവന്തിക പറയുന്നുണ്ട് എന്തായാലും എനിക്ക് നയനയിടത്തെ കണ്ടിട്ടാണെങ്കിൽ അങ്ങനെ ഒരു പിന്നെ ഉള്ള സ്വഭാവവും കാര്യങ്ങളാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അവരെ കണ്ടിട്ടാണെങ്കിൽ ഒരു നല്ല സ്വഭാവം നല്ലൊരു ക്യാരക്ടറൊക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ജലജ പറയുന്നുണ്ട് മോളെ അങ്ങനെയാണെങ്കിൽ സ്വന്തം ചേട്ടത്തി പോലും അവളുടെ അടുത്ത് മിണ്ടത്തതും ഇല്ല. അങ്ങനെയൊക്കെ എവിടെയെങ്കിലും മോൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഒരു ചേട്ടത്തി അനിയത്തി ആകുമ്പോഴത്തേക്ക് ചേട്ടത്തിയും ഇങ്ങനെ മിണ്ടാതെയൊന്നും ഇരിക്കത്തില്ലല്ലോ. അപ്പോൾ അവളെ സ്വഭാവം കൊണ്ടല്ലേ സ്വന്തം ചേട്ടത്തി പോലും അവളുടെ അടുത്ത് മിണ്ടാതിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ നമ്മൾ ജലജ അവന്തികയെടുത്ത് പറയുന്നുണ്ട്. ആണെങ്കിൽ എല്ലാം നേരെ തിരിച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവളാണെങ്കിൽ ഇവിടെ വലിഞ്ഞു കയറി വന്നിട്ട് ഇവിടെ നമ്മളെല്ലാം പുറത്താക്കാൻ വേണ്ടിയൊക്കെ നോക്കുന്നത്. പിന്നെ ആദ്യം മുത്തശ്ശിയൊക്കെ കൈക്കലാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് അറിയാലോ ദേവയാനി ഏട്ടത്തിക്കാണെങ്കിൽ അവളെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം ദേവയാനി ഏട്ടത്തി ആയാലും ആദർശനെയൊക്കെ ആണെങ്കിലും അവൾ കൈക്കലാക്കി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അവൾ വിചാരിച്ചാൽ നമ്മളെ പുറത്താക്കാനെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. മോൾക്കറിയാമല്ലോ അമ്മയാണെങ്കിലും മുത്തശ്ശനെ എടുത്ത് വളർത്തിയതാണെന്നുള്ള കാര്യമൊക്കെ. അതുപോലെ ആണെങ്കിൽ അവൾക്കാണെങ്കിലും നമ്മളെ പുറത്താക്കാനൊക്കെ എളുപ്പമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അവന്തിക ചോദിക്കുന്നുണ്ട് അപ്പം അഭിയേട്ടൻ എന്താ പറയുന്നത് അമ്മയെന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിലും അഭിയേട്ടൻ്റെ കാര്യം അമ്മ പറഞ്ഞില്ലേ അവരിങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ അതുമല്ല അഭിയാണെങ്കിൽ മോർസിസ് ജ്വല്ലറിയിൽ നിന്നാണെങ്കിലും പുറത്താക്കണമെന്നൊക്കെയാണ് അവർ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ നമുക്ക് അവിടെ ഒരു അവകാശവും കാര്യങ്ങളും ഇല്ലെന്നൊക്കെ പറയുന്നത്. നമുക്ക് തരാനുള്ള ഷെയറും കാര്യങ്ങളൊക്കെ തരുന്നതാണ് മുത്തശ്ശൻ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ അവന്തിക പറയുന്നുണ്ട് അതെങ്ങനെ ശരിയാവും അമ്മയെ എടുത്ത് വളർത്തിയതാണെങ്കിലും അതിൽ നമുക്കൊരു അവകാശം ഉണ്ടല്ലോ. എടുത്ത് വളർത്തുന്നവർക്കാണെങ്കിലും അവകാശം കൂടുതൽ കൊടുക്കണമെന്നൊക്കെയാണല്ലോ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ നമ്മൾ അവന്തിക പറയുന്ന സമയത്താണെങ്കിലും നമ്മൾ ജലജ പറയുന്നുണ്ട് അവർ തന്നില്ലെങ്കിലാണെങ്കിലും മോളെ നിയമപരമായിട്ടാണെങ്കിലും മുമ്പോട്ട് പോകാനായി അമ്മയും അഭിയേട്ടനും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അവർ ഒരുവിധം നാണം കെട്ട് കിടക്കും. ഇനിയിപ്പോൾ നല്ലതുപോലെ അവർ നാണം കെടുത്താനേ ഞങ്ങൾ തീരുമാനിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ അവന്തിക പറയുന്നുണ്ട് എന്തായാലും ഞാനിത് കുറച്ചൊക്കെ പഠിക്കട്ടെ അമ്മയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എന്തായാലും ഞാൻ ആ നന്മ മരത്തിനെ ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവന്തിക അങ്ങോട്ട് പോകുന്ന സമയത്താണെങ്കിലും നമ്മൾ അവന്തികയ്ക്ക് വേണ്ടിയുള്ള ജ്യൂസും ഒക്കെ ആയിട്ട് നയന വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോളിപ്പോൾ വന്നതല്ലേ ഉള്ളൂ മോളെന്തായാലും ഈ ജ്യൂസ് കുടിക്കുന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നയനെ കൊടുക്കുന്ന സമയത്താണെങ്കിൽ അവന്തികയാണെങ്കിൽ ജ്യൂസും ഗ്ലാസും തട്ടി തറയിൽ എറിയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ നയന ചോദിക്കുന്നുണ്ട് ഇതെന്താ മോൾക്ക് എന്താ പറ്റിയത് മോൾ വന്നപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ എന്തെങ്കിലും എരിപിരി കയറ്റി തന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അവന്തിക പറയുന്നുണ്ട് എന്തായാലും എനിക്ക് നിങ്ങളെ ജ്യൂസും കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ട. എനിക്ക് ജ്യൂസ് തരാനാണെങ്കിൽ എൻ്റെ അമ്മയുണ്ട്. നിങ്ങൾ കൊണ്ട് നിങ്ങളെ അമ്മയ്ക്ക് കൊടുക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നയന പറയുന്നുണ്ട് എന്തായാലും മോൾക്ക് കുറച്ച് വിവരവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോൾ ഒരാൾ പറഞ്ഞു തരുന്നത് മാത്രം വിശ്വസിക്കാതെ മോൾ എല്ലാവരെയും കണ്ട് മനസ്സിലാക്കി വേണം മോൾ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കാൻ. അല്ലാതെ ഒരാൾ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ അടുത്ത് ഇങ്ങനെ ഒന്നും പെരുമാറരുതെന്നൊക്കെ പറയുന്നുണ്ട്. സമയത്താണെങ്കിൽ ഇതിനൊക്കെ നയന പറയുന്നുണ്ട് എന്തായാലും മോൾ എല്ലാവരെയൊക്കെ കുറിച്ച് മനസ്സിലാക്കിയൊക്കെ ചെയ്യുക. അതിന് വേണ്ടിയുള്ള സമയവും കാര്യങ്ങളൊക്കെ മോൾക്ക് തരാമെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ അവന്തിക പറയുന്നുണ്ട് ഞാനാണെങ്കിൽ എല്ലാവരെയും കുറിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ ഞാൻ ഓരോരുത്തരത്ത് ഇടപെടത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലാതെ നിങ്ങൾ പറയുന്ന അനുസരിച്ച് കേട്ടൊന്നും എനിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നയന പറയുന്നുണ്ട് എന്തായാലും മോൾ ഈ ജ്യൂസ് തട്ടി ചരിച്ചതിന് വേണ്ടി മോളൊരു സമയത്ത് മോൾ ഖേദിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ആദർശേട്ടനാണെങ്കിലും മോളെക്കുറിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞാൽ മോൾ നല്ലൊരു പെൺകുട്ടിയാണെന്നൊക്കെയാണ് ആദർശേട്ടൻ പറഞ്ഞത്. അതിനൊക്കെ തന്നെ മോൾക്ക് മുത്തശ്ശനാണെങ്കിലും മോളടുത്ത് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇങ്ങനെ മോളെ ചേട്ടൻ്റെ അമ്മയുടെ സ്വഭാവം കാണിച്ച് നീയും എല്ലാവരുടെ കയ്യിൽ നിന്നും ഇങ്ങനെ വെറുപ്പ് മേടിച്ച് വെക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ അവന്തിക പറയുന്നുണ്ട് എന്നാൽ ഉപദേശങ്ങളൊക്കെ കഴിഞ്ഞെങ്കിൽ ഞാൻ അങ്ങോട്ട് പൊയ്ക്കോട്ടെ എന്നൊക്കെ അവന്തിക ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നയനയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. നയനയ്ക്കാണെങ്കിൽ സങ്കടം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം കൊച്ച് വന്ന സമയത്ത് ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. ഇപ്പം ജലജ ആൻ്റി ആണെങ്കിൽ എരിവിരി കയറ്റി കൊടുത്തിട്ടായിരിക്കും ഈ കൊച്ച് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നയനയാണെങ്കിൽ സങ്കടത്തിൽ നിൽക്കുക. പിന്നെ നയന ചിന്തിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെയും കൂടെ ഒരു കുറവ് മാത്രമേ ഉള്ളായിരുന്നു. ബാക്കി ഇവിടെ ഇപ്പോൾ എല്ലാം തികഞ്ഞിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്താ ദൈവം വെച്ചത് അതുപോലെ ഇനി വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നയനയാണെങ്കിൽ അവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.